ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമാണ് ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ നിങ്ങൾ ഹൈപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കുറച്ചും കൂടി ഒന്ന് റീച്ച് ആവും മറ്റുള്ള ആളുകളിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് എന്തായാലും ആമിക്ക് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ടാണ് ഞാനിന്ന് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആമിക്ക് സ്കൂളില്ല, അല്ലെങ്കിൽ വെക്കേഷനാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഞാനിത് ചെയ്യത്തില്ല. അതിൻ്റെ മെയിൻ കാരണം അവൾക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. മാത്രമല്ല കുട്ടികളുടെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഫാമിലി ആയിട്ടുള്ള ടൈമിലൊന്നും ക്ലീനിങ്ങിന് നിൽക്കാത്തത്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആണ്, പക്ഷെ എന്നാലും അവൾക്ക് സ്കൂൾ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ റൂമിലുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളിലിരിക്കുന്ന ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പും എല്ലായിടത്തും മാറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവത്തില്ലേ എന്തുമാത്രം ഡസ്റ്റ് ഉണ്ടെന്ന്. നല്ലപോലെ ഡസ്റ്റാണ്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ വീട് ഈ ഒരു റോഡ് സൈഡിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല പിന്നെ ഗ്രൗണ്ടൊക്കെ തൊട്ടടുത്തുള്ള കാരണം കൊണ്ട് എപ്പോഴും ഡസ്റ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും വീക്ക്ലി ക്ലീനിങ്ങും മന്ത്ലി ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ 2 ദിവസം മുന്നേ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഈ ബെഡ്റൂം ക്ലീൻ ചെയ്യണമെന്നും എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലെ പണികളെല്ലാം ഒഴിച്ചിട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തൊക്കെ നമുക്ക് പോകാൻ അത്യാവശ്യമുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ യാത്രകൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തൊന്നും ക്ലീനിങ്ങിന് നിങ്ങൾ നിൽക്കരുത്. അതും മാത്രമല്ല പ്രത്യേകിച്ച് ഡീപ്പ് ക്ലീനിങ്ങിന് ഒട്ടും നിൽക്കരുത് കേട്ടോ. ആ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയം ആ ഒരു സമയത്തോട് അടുത്ത്, അതായത് ഒരു തലേ ദിവസമോ അതിൻ്റെ മുന്നത്തെ ദിവസമോ ഒന്നും ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഒരാഴ്ചയ്ക്ക് മുന്നേ ഒക്കെ ഡീപ്പ് ക്ലീനിങ് അങ്ങ് തുടങ്ങുക. പിന്നെ ഡെയിലിയൊക്കെ വീട് ക്ലീൻ ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് സമയത്ത് അത്രത്തോളം ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീനിങ് ചെയ്തു എന്ന് പറഞ്ഞാലും ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മുക്കും മൂലയും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണല്ലോ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന കാര്യമായ കാരണം കൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ് നല്ലത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. രാവിലെ തന്നെ ആമയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ചേക്കും. അതിനുശേഷം മാത്രമാണ് ക്ലീനിങ്ങിലേക്ക് വരത്തുള്ളൂ. പിന്നെ ഇതിനിടയിൽ ഞാൻ പോയിട്ട് കുക്കിങ്ങിനോ കാര്യത്തിനോ ഒന്നും പോവാറില്ല കേട്ടോ. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നമ്മൾ എവിടെ വെച്ചാണ് മതിയാക്കിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. മറ്റുള്ള ചെറിയ ചെറിയ വീട്ടു ജോലികളുണ്ടല്ലോ, അതായത് പാത്രം കഴുകുക, അതുപോലെ തുണി അലക്കുക, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് ചെയ്ത് വെച്ചതിന് ശേഷം ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ ടയേർഡ് ആവും കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും പിന്നീട് അങ്ങോട്ട് മറ്റുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഒന്നുകിൽ രാവിലെ തന്നെ ചെയ്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ അതൊക്കെ ചെയ്ത് എടുത്ത് വിരിച്ചിട്ടൊക്കെ വേണം വന്നിട്ട് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പൊടി വരുന്നത് അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ ആദ്യം നമ്മുടെ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കർട്ടൻസും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് മാറ്റുക. അപ്പം ഞാൻ 2 ദിവസം മുന്നേ തന്നെ കർട്ടനൊക്കെ കഴുകി ഇട്ടതാണ്. അപ്പം നല്ലപോലെ കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കുന്ന കർട്ടൻസ് ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ കർട്ടൻസ് തന്നെയാണ് വീട്ടിലിടാനായിട്ട് പോകുന്നത്. എൻ്റെ അടുത്ത് എല്ലാ റൂമിലും കിച്ചണിലും ഹാളിലും ഒക്കെ ഒരൊറ്റ സെറ്റ് കർട്ടൻസ് ആണ് കേട്ടോ ഉള്ളത്. ഒരുപാട് കർട്ടൻസ് ഒന്നും ഞാനങ്ങനെ മേടിച്ച് വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനിത് ഒരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴത്തേക്കാണ് കർട്ടൻസ് ഒക്കെ കഴുകിയിടുന്നത്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ കർട്ടൻസ് കഴുകിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോകുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ തന്നെ കർട്ടൻസ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ ജനാലകളിൽ ഇട്ടേക്കും. എന്നിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ
രാവിലെ തന്നെ എടുത്തതൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഓരോ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനാലകൾ നല്ലപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഡസ്റ്റിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്ന് നനഞ്ഞ തുണിയൊക്കെ കൊണ്ട് തുടയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ആദ്യത്തെ ഒരു തവണ ഡസ്റ്റിങ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം പൊടി നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടെന്നുള്ളത്. ഇപ്പം തന്നെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്ന വീടായിരുന്നിട്ട് കൂടി ഈ വീട്ടിനകത്ത് ഇത്രയും ഡസ്റ്റ് ഉണ്ടെന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുമ്പോഴാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഷെൽഫുകളും അലമാരകളും ഒക്കെ ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിരിക്കും ഇഷ്ടംപോലെ ഡസ്റ്റ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവരുണ്ടല്ലോ, ചെവരിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഡസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒരു ബ്രഷ് കൊണ്ട്, മാറാല തൂക്കുന്ന ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിരിക്കും. ഞാനാണെങ്കിൽ ഈ മാറാല അടിക്കുന്ന ഈ ഒരു പിങ്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം പകുതി ആയപ്പോഴത്തേക്കും ബ്രഷ് അങ്ങോട്ട് ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി പോർഷൻ ഒടിച്ച് കളഞ്ഞിട്ട് ചെറിയൊരു ലെങ്തുള്ള ഒരു കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യത്തിന് ഞാൻ മേലത്തെ പോർഷനെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് ഒടിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴത്തേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇത് വെച്ചിട്ട്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ഡസ്റ്ററും കാണും, അതുപോലെ തന്നെ മോപ്പിംഗ് ചെയ്യുന്നൊരു വലിയ ബ്രഷും കാണും, പിന്നെ തൂത്ത് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഒരു ചൂലും കാണും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നനഞ്ഞ ഒരു ടവലും എടുത്ത് വെച്ചേക്കും. അത് ലാസ്റ്റായിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് ഡസ്റ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊരു 3-4 സ്റ്റെപ്പായിട്ടാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ റൂമിലുള്ള ഡസ്റ്റ് ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ജനാലകൾ അങ്ങോട്ട് തുറന്നിട്ടേക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഡോർ അടച്ചിട്ടേക്കുന്നതിൻ്റെ കാരണം ഈ ഡസ്റ്റ് ഒന്നും നമ്മുടെ ഹാളിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഓൾറെഡി ഞാൻ ഹാളൊക്കെ നേരത്തെ തന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അങ്ങോട്ടേക്ക് ഡസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡോർ അടച്ചിട്ടേക്കുന്നത്. എന്നിട്ട് 2 സൈഡിലെയും ജനൽ മാത്രം ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഈ വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു 21 വർഷത്തോളം പഴക്കമുള്ള വീടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു റൂം നമ്മൾ വീട് വെച്ച സമയത്ത് തന്നെ വെച്ചിട്ടുള്ള റൂമാണ് ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന, ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന റൂം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൈൽസിൻ്റെ കളറിന് ഒരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള റൂമും കിച്ചണും ഒക്കെ നമ്മൾ പിന്നീടാണ് കെട്ടുന്നത്. അപ്പോൾ അത് ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ മേലോട്ടേക്ക് മാറിയപ്പോഴേക്കാണ് ബാക്കിയുള്ള റൂമൊക്കെ ഇറക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂം കുറച്ച് കാലപ്പഴക്കം ഉള്ള കാരണം കൊണ്ട് തന്നെ ടൈൽസിലൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഡെയിലി മോപ്പിംഗ് ചെയ്യാറുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഒരു കട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ശ്രദ്ധിക്കുന്നത്. നമ്മളിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ക്ലീനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ. അപ്പോൾ നമ്മൾ ഏത് കാര്യവും എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുമല്ലേ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ക്ലീനിങ് എത്ര ചെയ്താലും മതി വരാത്ത ഒരാളാണ് കേട്ടോ. അപ്പം വീടിങ്ങനെ ഒരുക്കി വെക്കാനും ഓരോ സ്പേസും വൃത്തിയായിട്ട് കൊണ്ട് നടക്കാനും എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാനും ഒക്കെ ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട് വലുതോ ചെറുതോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ അത് എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നതിലാണ് കഴിവെന്ന് പറയുന്നത്. അതൊരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ്. അതിൽ നമുക്ക് സ്വയം അഭിമാനിക്കാം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കോളിൻ എടുത്തിട്ടുണ്ട്. കോളിൻ യൂസ് ചെയ്തിട്ട് ജനാലയുടെ കമ്പികളും അതുപോലെ തന്നെ കട്ടിലിൻ്റെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു നമ്മൾ തല വയ്ക്കുന്ന ഭാഗത്തെ പോർഷനൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഒരു തുണി വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. പൊടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് ഡസ്റ്റിൻ്റെ അലർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. എനിക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒന്നും വെക്കാത്തത്. പിന്നെ ഈ ഒരു ജനാല നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ്സിൽ നല്ലപോലെ കോളിൻ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നല്ലപോലെ ഇരിക്കും കേട്ടോ. എന്നാലും ഡസ്റ്റൊക്കെ വരും. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ മാസത്തിൽ ഒരു തവണ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പം ഞാൻ ജനാലയുടെ ഓരോ അഴികളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ
ഗ്ലാസ്സും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റൂമിലിരിക്കുന്ന അലമാരയിലെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ബാക്കിയുള്ള ഡസ്റ്റൊക്കെ ഇങ്ങോട്ടേക്കാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കൈയോടെ തന്നെ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഞാനിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ നമുക്കിനി AC ക്ലീൻ ചെയ്യണം, പിന്നെ ഫാനും ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ മേലെ ഇരിക്കുന്ന ഷെൽഫുകളും കൂടി ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അത് മൂന്നും ഇന്ന് ചെയ്യുന്നില്ല, അത് വേറൊരു ദിവസം ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ പെട്ടെന്ന് വയ്യാതാവില്ലേ. അത് മാത്രമല്ല എനിക്ക് അതിനുള്ള ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഹൈറ്റ് എനിക്ക് എത്തത്തില്ല ഫാനൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് അതൊക്കെ ചെയ്തു തരുന്നത്. അത് വേറൊരു ദിവസം ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വന്നിട്ട് ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് കോളൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തെടുത്തു. പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ ഇത്രയും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ബെഡിലുള്ള കവറിന്മേലൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ആ കവർ കൈയോടെ തന്നെ മാറ്റി ഇനി ഫൈനലായിട്ട് ഒരു തവണ കൂടി ഒന്ന് തൂത്ത് വാരുന്നുണ്ട്. അപ്പം അടിച്ച് വാരി കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റാണ് മോപ്പിംഗ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിനിടയിൽ തന്നെ ഞാൻ ഒരുപാട് തവണ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ടാണ് ക്ലീനിങ്ങിന് നിൽക്കാറുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസോ വെള്ളമോ ഒക്കെ എടുത്ത് അടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ ടയേർഡ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ട് ഇനി ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണല്ലേ. അപ്പോൾ നമ്മൾ വൃത്തിയായിരിക്കുന്ന ഒരു സ്പേസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മെൻ്റലി കിട്ടുന്ന ഒരു പീസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ആമി സ്കൂൾ വിട്ട് വന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അമ്മ ഇന്ന് ക്ലീൻ ചെയ്തോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾ കുട്ടിയാണെങ്കിൽ പോലും, അവൾ ചെറുതാണെങ്കിൽ പോലും പുറത്തുനിന്ന് വന്നപ്പോൾ മോൾക്ക് പോലും ആ ഒരു വ്യത്യാസം മനസ്സിലായി. അപ്പം നമ്മൾ ഇങ്ങനെ വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന സ്പേസ് അത്രയും നീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറൊന്ന് തന്നെയാണല്ലേ. അപ്പം ഞാൻ ഇതിനിടയിൽ തന്നെ മോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഒരു കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മാറാലയും കൂടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേട്ടോ. പിന്നെ ഞാൻ ബെഡിലുള്ള ഈ കവർ ഇടാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറുണ്ട് എപ്പോഴും. അപ്പം ഞാൻ ഓരോ സൈഡിൽ നിന്നായിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഈ ബെഡിൽ കവർ ഇടാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ഈ ബെഡ് മേടിച്ച സമയത്ത് മേടിച്ചതാണ്. കട്ടിൽ മേടിച്ചത് ഞങ്ങൾ പുറത്തുനിന്ന് വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തത്. ചെറിയൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. നല്ല കട്ടിലാണ്. ഇതുവരെയും വേറെ കുഴപ്പമൊന്നും വന്നിട്ടൊന്നുമില്ല. ടീക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഏകദേശം ഒരു 50,000 ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കാശിന് വർത്ത് തന്നെയാണ്. നല്ല പ്യുവർ തടിയാണിത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത് ശരവണ സ്റ്റോറിൽ പോയിട്ടാണ്, ഇത് കിങ് സൈസാണ് ഈ ഒരു ബെഡ്. അപ്പം ഈ ഒരു കവറും കൂടി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കുറേ കഴുകി വന്നപ്പോഴത്തേക്കും അതിൻ്റെ സിപ്പൊക്കെ ഒന്ന് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റൂമിലുണ്ടല്ലോ, ഈ കർട്ടൻ ഇടുന്ന ഇതിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. കർട്ടൻ സ്പ്രിങ്സ് മേടിക്കാനായിട്ട് കിട്ടും. മീഷോയിലും ഉണ്ട്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കോഡ് കൊടുത്തേക്കാം. ഞാൻ ഇത് ശരവണയിൽ നിന്നാണ് മേടിച്ചത്. അപ്പം നമ്മൾ പഴയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇത് പഴക്കമുള്ള ആയ കാരണം കൊണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഹാളിലൊക്കെ വെച്ചേക്കുന്ന പോലത്തെ കമ്പിയൊന്നും അടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു 2 സ്ഥലത്തും ഈ 2 ജനാലകളിലും ഇതുപോലെ സ്പ്രിങ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം അത് ഓൺലൈനിലും കിട്ടുന്നുണ്ട്, ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഞാൻ കർട്ടൻസ് ഒക്കെ ഒന്ന് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മണി പ്ലാന്റ് ഒക്കെ എടുത്തുകൊണ്ടൊന്ന് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഞാൻ ഓൾറെഡി 2 ആഴ്ച മുമ്പ് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എപ്പോഴും നമ്മുടെ ബെഡ്റൂമിൽ ലൈറ്റ് കളറിലുള്ള ബെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. നല്ല പ്ലസൻ്റ് ആയിരിക്കും. നമുക്ക് ബെഡിലേക്ക് വന്നൊന്ന് ഇരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലേക്കൊക്കെ ഒന്ന് വന്ന് കയറുമ്പോൾ റൂമിലിട്ടേക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളും എന്തെങ്കിലുമൊക്കെ ടെൻഷനിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നല്ല ലൈറ്റ് കളറിലുള്ള ബെഡ്ഷീറ്റൊക്കെ കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള അടിച്ചേക്കുന്ന പെയിൻറ്റും ഈ ഒരു ലൈറ്റ് കളറിലുള്ള
ഓഫ് വൈറ്റും വൈറ്റും കൂടി ചേർന്നിട്ട് നമ്മൾ കോമ്പിനേഷൻ ആക്കി എടുത്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അത് ഞങ്ങൾ അന്ന് ആ ഒരു വീട് വെച്ച സമയത്ത് പ്ലാൻ ചെയ്തതാണ് ഞാനും ഹസ്ബൻഡും കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല പ്രകാശമായിട്ടിരിക്കും. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന കർട്ടൻസ് രണ്ടും കുറച്ച് ഡാർക്കാണ്, പക്ഷെ എന്നാലും ബാക്കി പോർഷൻസ് ഒക്കെ ലൈറ്റ് കളർ ആയ കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയോട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമൊക്കെ നല്ലതായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.